ഹലോ, അതാണ്ട് കുറച്ച് കറ്റാർ വാഴ പൂച്ചയും കണ്ട് ചാടിയാന്നൊന്ന് ഒടിഞ്ഞു കിടന്നു. അതെടുത്തുകൊണ്ടൊന്ന് ഞാൻ നെടുകെ കീറി വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിൻ്റെ കറ പോകാനും വേണ്ടി കേട്ടോ. എന്നിട്ട് ഞാൻ കറി വയ്ക്കാൻ എന്തോ ഉണ്ടെന്ന് നോക്കിയപ്പോഴത്തേന് 2-3 കോവയ്ക്ക് മാത്രമേ ഉള്ളൂ. ആ കോവയ്ക്ക് 2 സാദാ ചേമ്പിൻ്റെ തണ്ടും കൂടെ എടുത്തുകൊണ്ടൊന്ന് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അതിങ്ങനെ നല്ലൊരു മസാല തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. അരിഞ്ഞെടുത്തു. അരിയാനായിട്ട് എടുത്തുകൊണ്ടൊന്ന് ചെത്തിച്ചീവി റെഡിയാക്കി അരിയാൻ തുടങ്ങിയപ്പോഴത്തേന് ഒരെണ്ണം ഉണ്ടായാലും ഒരു പഞ്ഞി പോലെ ഇരിക്കുന്നത്. അതായത് നമ്മൾ അടിവശത്തുനിന്ന് എടുക്കരുത്, ഏറ്റവും അടിയിലത്തെ തണ്ട് എടുക്കരുത്, ഇച്ചിരി നടുക്കോട്ടുള്ള തണ്ട് എടുക്കണം. എന്നാൽ മണ്ടയില എടുക്കരുത്, മണ്ടയില എടുത്താൽ ചേമ്പ് പനലായി പോവും. അങ്ങനെ അത് ഞാൻ കൊണ്ട് കളഞ്ഞിട്ട് വേറെ വെട്ടിക്കൊണ്ട് വന്നു. അതിങ്ങനെ എടുത്ത് റെഡിയാക്കി എടുത്തുകൊണ്ട് അങ്ങോട്ട് വെച്ചിട്ട് കറ്റാർ വാഴ എടുത്ത് ഞാൻ ഇതിനകത്ത് ഇളക്കി എടുത്ത് ഒരു കരണ്ടി എടുത്ത് എന്നിട്ട് അതിനകത്ത് ഇച്ചിരി കസ്തൂരി മഞ്ഞളും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വല്ലപ്പോഴൊക്കെ ഒന്നും ഇങ്ങനെയൊക്കെ ചെയ്യണം. അപ്പോൾ ഇച്ചിരി കറുത്ത പാടും അതും ഇതൊക്കെ ഉള്ളതൊക്കെ അങ്ങ് പോവും. ഇച്ചിരി സുന്ദരിയാവാമെന്ന് വിചാരിച്ച് അത് ഇച്ചിരി മുഖത്തൊക്കെ നമുക്ക് കരിവാളിപ്പുള്ളിടത്തൊക്കെ ഇടാം. എന്നിട്ട് പിന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പി വെച്ച് കുറച്ച് സവാളയും വെളുത്തുള്ളി പൊളിച്ചത്, ഇഞ്ചി, കാന്താരി മുളക്, തേങ്ങ ഇതെല്ലാം എടുത്ത് വെച്ച് എന്നിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകും കൂടെ ഞാൻ ഇടിക്കലിൽ ഇടിച്ചെടുത്ത് എന്നിട്ട് ചട്ടിക്കകത്ത് എണ്ണ ഒഴിച്ച് കടുക് വറുത്ത്. അവിടുത്തെ യുദ്ധമെല്ലാം തീർന്നിട്ടേ അടുത്തോട്ട് പോവാവേ, ഇല്ലെങ്കിൽ അവരൊരു വാള എടുത്ത് നമ്മുടെ മുഖത്തോട്ട് എറിഞ്ഞ്. അങ്ങനെ ഞാൻ പിന്നെ ഉള്ളി അതിനകത്ത് തട്ടിയിട്ട് വഴട്ടാൻ വെച്ചിട്ട് വീട്ടിൻ്റെ മണ്ടയിൽ കയറിപ്പോയി കേട്ടോ. വീട്ടിൻ്റെ മണ്ടയിൽ നിന്നാലേ കരിയേപ്പില ഒടിക്കാൻ പറ്റും. പക്ഷെ ആരും ഇതിങ്ങനെ ചെയ്യരുത്. കരിയേപ്പ് ഞാനിങ്ങനെ എത്തത്തില്ല, ഇങ്ങോട്ട് വലിച്ചടിപ്പിച്ചിട്ട് ഇങ്ങനെ കരിയേപ്പില എടുത്ത് കണ്ടോ അത് ഒലയുന്നത്. ഞാനിപ്പോൾ താഴെ കുഴിയിലെ അണ്ണൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കിടന്നേനെ, പറന്നങ്ങ് പോയേനെ. അതുകൊണ്ട് ആരും അങ്ങനെയൊന്നും ചെയ്യരുത്. കരിയേപ്പ് എന്നെയും വലിച്ചുകൊണ്ട് ഒരു പോക്ക് പോകുമായിരുന്നു. പിന്നെ അത് കൊണ്ടുവന്ന് തേങ്ങയൊക്കെ ഇട്ട് കരിയേപ്പില ഇട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കുകയാണ്. മൂപ്പിച്ചെടുത്തിട്ട് അതിനകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ശകലം മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് നല്ല ഇങ്ങനെ ഈ ഒരു ഇച്ചിരി ബ്രൗൺ കളറാവുന്നത് വരെ മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ അതിനകത്ത് കോവയ്ക്ക അരിഞ്ഞതും ചേമ്പിൻ്റെ തണ്ട് ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞപ്പോൾ കുരുകുരാന്ന് അരിഞ്ഞില്ല, ഇച്ചിരി വലുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കണം. അങ്ങനെ ദാണ്ടേ അതിനകത്ത് ഞാൻ ഉപ്പും കൂടെ ഒഴിച്ച് ഞാനൊന്ന് ഞെവടി എടുക്കുന്നുണ്ട്. ഉപ്പ് പൊടിയിട്ട് ഞെവടിയിട്ടാണ് അതിനകത്ത് തട്ടിയിട്ട് ചിക്കി എടുക്കുന്നത്. പിന്നെ ഞാനത് തീയെ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് നല്ലോണം തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ടുണ്ട്. ഇതിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു ചമ്മന്തി അരച്ച് തേങ്ങ തിരുവി ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട് മീൻ വറുക്കാനുണ്ട്. കുരുകുരുത്ത മത്തിയായിരുന്നു. അത് ഞാൻ വറുത്ത് നല്ല മുരുമുരാ വറുത്തെടുത്ത് കുറച്ച് ചെറിയ മത്തി നോക്കി പറക്കി മാറ്റി വെച്ച്. കാരണം നമ്മൾ ചമ്മന്തി ഒരു വെറൈറ്റി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തിയിൽ നമ്മളെപ്പോഴും ചമ്മന്തിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് മടുപ്പം വരില്ല. ഇന്നലെയൊക്കെ നല്ല ഇറച്ചിയാണ്. ഇച്ചിരി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനതിനകത്ത് നല്ല കുമ്മിൾ വേവിച്ചതുപോലെ ഉണ്ടായിരുന്നു. ഞാനല്ലേ തിന്നത്, അതുകൊണ്ട് എനിക്കറിയാം. കൊടുത്ത ആൾ നല്ലോണം നൂന്ന് പോലും നോക്കാതെ. അങ്ങനെ ഞാൻ പിന്നെ ആ മീനെല്ലാം കൂടെ നുള്ളിപ്പിച്ച് ചമ്മന്തിയിലോട്ടിട്ട് നല്ല പൊരുപൊരാന്ന് മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ട് പിച്ചിയിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. നല്ലോണം പൊടിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഉണക്കമീൻ ഇടാനെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അതൊന്നും നടന്നില്ല. ഉണക്കമീൻ ചെന്ന് നോക്കിയപ്പോൾ ഒരു അരി പോത്ത് വേറൊരു മണമായിട്ടിരിക്കുന്നു. അത് തുറന്നത് കാരണം വീട്ടിനേ ഒരു മണ വ്യത്യാസമായി. അങ്ങനെ ഞാൻ അതെല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ട് പിന്നെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. ചോറൊക്കെ ഇട്ട് വെച്ചിട്ട് കുളിച്ചൊരുങ്ങി പോയാൽ മതി. അതുപോലെ ഇന്നെല്ലാം അങ്ങ് ഡിലേ ആയി. കുറേ പ്രശ്നങ്ങളും മാനസിക പ്രശ്നങ്ങളും വിഷമങ്ങളും. നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടൊരു ഫുഡ് ഉണ്ടാക്കി ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അയാൾ നമ്മളെ മറക്കുമോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് നോക്കിയേ, എനിക്ക് പണ്ട് ഇന്നയാൾ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു, വയറു നിറയെ തരുമായിരുന്നു എന്ന് പറയുന്ന എത്രയോ പേരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അങ്ങനെ കുറേ ആൾക്കാരും ഉണ്ട്. നല്ല ചമ്മന്തി ഞാൻ സെറ്റായിട്ട് ഉരുട്ടിയൊക്കെ എടുത്ത് വെച്ച് എന്നിട്ട് കടയിൽ കൊണ്ടുപോകാൻ ചോറ്, ആ തോരന്, മീൻ വറുത്തത്, വെളുത്തുള്ളി അച്ചാർ, ചമ്മന്തി, പിന്നെ ഞാൻ ഇച്ചിരി ക്യാരറ്റ് അച്ചാറും കൂടെ അതിനകത്ത് വെച്ചു. പിന്നെ ഞാനും കഴിച്ചു. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഓക്കേ.